തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാർ വീണ്ടും കുറ്റം സമ്മതിച്ചു. തുടക്കത്തിൽ കുറ്റം സമ്മതിച്ചുവെങ്കിലും പിന്നീട് ഇയാൾ മൊഴി മാറ്റിയിരുന്നു. ഹരികുമാറും ശ്രീതുവുമായുള്ള ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിനിടെ കുഞ്ഞിന്റെ പിതാവിന്റെ ബന്ധുവായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് 35 ലക്ഷം രൂപ നൽകിയെന്ന അമ്മ ശ്രീതുവും പോലീസിനോട് വെളിപ്പെടുത്തി. ഇയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. രശ്മി കാർത്തിക് ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിലെ നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേസിലെ പ്രതിയും കുട്ടിയുടെ അമ്മാവനുമായ ഹരികുമാറിനെ ഈ ഒരു സഹോദരി അതായത് ശ്രീതുവുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്നാണ് വിവരം വരുന്നത്. രാത്രി മുറിയിലേക്ക് വരാതിരുന്നതിന്റെ വൈരാഗ്യത്തെ തുടർന്നാണ് കുട്ടിയെ ഇയാൾ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഇയാളെ ചോദ്യം ചെയ്തതിന്റെ പിന്നാലെയാണ് പോലീസിന് ഈ ഒരു നിർണായക വിവരം ലഭിച്ചത്. കസ്റ്റഡിയിൽ പോലീസിനോട് ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. കൃത്യം നടത്തിയത് ഇയാൾ ഒറ്റയ്ക്കാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കസ്റ്റഡി കാലാവധി അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഇന്നലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. റിമാൻഡിലാണ് ഇപ്പോൾ നിലവിലെ ഈ ഒരു പ്രതി. സഹോദരിയോടുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് ഇയാൾ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. മുറിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും വീട്ടിൽ കയറുകൊണ്ട് കുരുക്കിടുകയും ഒക്കെ ചെയ്തു. മാനസിക പ്രശ്നമുള്ള പോലെ പെരുമാറി ഇയാൾ രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം 30-നായിരുന്നു കുട്ടിയെ ഹരികുമാർ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അതേസമയം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീതു റിമാൻഡിലുമാണ്. ഇതിനിടെ ശ്രീതുവിനെതിരെ പുതിയ പരാതി കൂടി ലഭിച്ചിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നുള്ള ആരോപിച്ച് രതീഷ് എന്നയാളാണ് പോലീസിന് പരാതി നൽകിയത്. ഇതിൽ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു കേസിൽ ചോദ്യം ചെയ്യലിനായി ശ്രീതുവിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുക്കും. ഇതിനായി കോടതിയിൽ അപേക്ഷ നൽകാനാണ് പോലീസിന്റെ തീരുമാനം.